വിശദമായ വാർത്തയിലേക്ക്. പാകിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫുമായി ലാഹോറിൽ കൂടിക്കാഴ്ച നടത്തുന്നു. അഫ്ഗാൻ സന്ദർശനത്തിനിടെയാണ് പാക് സന്ദർശനമെന്ന അപ്രതീക്ഷിത തീരുമാനമുണ്ടായത്. സന്ദർശനത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച കോൺഗ്രസും ശിവസേനയും രംഗത്തെത്തി. വിശദാംശങ്ങളുമായി മനു ശങ്കർ ദില്ലിയിൽ നിന്ന് തത്സമയം ചേരുന്നു. മനു, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ധന്യ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫും തമ്മിൽ നവാസ് ഷെരീഫിന്റെ റേവിൻ പാലസിൽ നടന്ന കൂടിക്കാഴ്ച ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. 1 മണിക്കൂറോളം ഈ കൂടിക്കാഴ്ച നീണ്ടുനിന്നു. ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ഇന്ത്യ പാക് ഉഭയകക്ഷി ബന്ധങ്ങൾ, ഒപ്പം ഇന്ത്യ പാക് ബന്ധങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, പ്രധാനമായും ഭീകരാക്രമണ സാധ്യതകൾ മുൻനിർത്തിയുള്ള ചർച്ചകൾ ഉൾപ്പെടെയുള്ളവയാണ് പ്രധാനമായും ചർച്ച ചെയ്തത് എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്തായാലും ഈ ഇരു പ്രധാനമന്ത്രിമാരുടെയും ചർച്ചയ്ക്ക് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി എസ് ജയശങ്കർ, ഒപ്പം വിദേശകാര്യ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ഒപ്പം പാകിസ്ഥാനിലെ ഇന്ത്യൻ സുരക്ഷാ ഉപദേഷ്ടാവ് TCS രാഘവൻ അടക്കമുള്ളവർ സന്നിഹിതരായിരുന്നു. അതിനാൽ തന്നെ ദില്ലിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയങ്ങൾക്ക് ആകം തന്നെ തിരിക്കും. എന്തായാലും ചർച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി റെയിൽവേ പാലസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അല്പസമയങ്ങൾക്കകം ദില്ലിയിലേക്ക് തിരിക്കും. അതിനാൽ തന്നെ ദില്ലിയിൽ എത്തിയ ശേഷം വിദേശകാര്യ സെക്രട്ടറി എസ് ജയശങ്കർ ഈ ചർച്ചയിൽ ഉടലെടുത്ത കാര്യങ്ങൾ സംബന്ധിച്ചൊരു പത്രസമ്മേളനം വിളിച്ചേക്കുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അതിനാൽ തന്നെ ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ ദില്ലിയിൽ എത്തിയ ശേഷം എസ് ജയശങ്കർ വിദേശകാര്യ സെക്രട്ടറി തന്നെ വെളിപ്പെടുത്തും എന്നത് തന്നെയാണ് സൂചന. എന്തായാലും ഇരു രാജ്യങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ ഈ ചർച്ചയിൽ ഇടം പിടിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അഫ്ഗാൻ സന്ദർശനത്തിനിടയിൽ അപ്രതീക്ഷിതമായി നരേന്ദ്രമോദി തന്നെയാണ് ട്വിറ്ററിലൂടെ ഇക്കാര്യം വെളിപ്പെടുത്തുകയും ചെയ്തത്. 4:30 ലാഹോർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരുന്നു. വിമാനത്താവളത്തിൽ നരേന്ദ്രമോദിയെ സ്വീകരിക്കുവാനായി നവാസ് ഷെരീഫും എത്തിയിരുന്നു. നവാസ് ഷെരീഫിന്റെ ജന്മദിനാഘോഷത്തിൽ പങ്കുചേരുന്നതിനായി ഇന്ന് രാവിലെ നവാസ് ഷെരീഫ് പ്രധാനമന്ത്രിയുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും ഈ ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദി ലാഹോറിൽ എത്തി അപ്രതീക്ഷിതമായി പൊടുന്നതിന് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതെന്നുമാണ് ഓഫീസ് വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം. എന്തായാലും നവാസ് ഷെരീഫിന്റെ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് കടന്നത്. എന്തായാലും ഇതൊരു കരുതിക്കൂട്ടി ഇരുന്ന ഒരു ചർച്ച തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിലൊരു യാത്ര ലാഹോറിൽ തിരിക്കുന്നു എന്നറിഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ വിദേശകാര്യ സെക്രട്ടറി, ഒപ്പം വിദേശകാര്യ ഉപദേഷ്ടാവ്, ഒപ്പം പാകിസ്ഥാനിലെ തന്നെ ഇന്ത്യൻ സുരക്ഷാ ഉപദേഷ്ടാവ് ഇവരടക്കമുള്ളവർ പൊടുന്നനെ ലാഹോറിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ലാഹോറിൽ നവാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തുന്നു. മനു ശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. DDC അഴിമതിയിൽ ആം ആദ്മി സർക്കാരും ലഫ്റ്റനന്റ് ഗവർണറും തുറന്ന പോരിലേക്ക്. ജെയ്റ്റ്ലിക്കെതിരെയുള്ള അഴിമതി അന്വേഷിക്കാൻ ഏകാംഗ കമ്മീഷനെ നിയമിക്കാൻ ദില്ലി സർക്കാരിന് അധികാരമില്ലെന്ന് ഗവർണർ. ഏകാംഗ കമ്മീഷനെ നിയമിച്ച നടപടി റദ്ദാക്കാൻ അധികാരമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർ ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തയച്ചു. ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിക്കെതിരെയുള്ള DDC അഴിമതി അന്വേഷിക്കാൻ ഗോപാൽ സുബ്രഹ്മണ്യത്തെ ഏകാംഗ കമ്മീഷനായി ദില്ലി സർക്കാർ നിയമിച്ചിരുന്നു. ദില്ലി നിയമസഭയിൽ ഏകാംഗ കമ്മീഷനെ നിയമിക്കുന്നതായി പ്രമേയവും പാസാക്കി. അന്വേഷണ കമ്മീഷനെ നിയമിച്ച ഈ നടപടിക്കെതിരെയാണ് ഗവർണർ നജീബ് ജംഗ് രംഗത്തെത്തിയത്. 1952 അന്വേഷണ കമ്മീഷൻ നിയമപ്രകാരം അന്വേഷണ കമ്മീഷനെ നിയമിക്കാനുള്ള അധികാരം കേന്ദ്രത്തിനാണെന്നും അതിനാൽ ഗവർണറായ തനിക്ക് മാത്രമേ അധികാരമുള്ളൂവെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ഗവർണർ വ്യക്തമാക്കി. ആം ആദ്മി സർക്കാർ നിയമിച്ച അന്വേഷണ കമ്മീഷനെ അസാധുവാക്കണമെന്നും ഗവർണർ നജീബ് ജംഗ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്ത് നൽകി. അതേസമയം ഭൂമിയുടെയും പോലീസിന്റെയും കാര്യം മാത്രം ലഫ്റ്റനന്റ് ഗവർണർ നോക്കിയാൽ മതിയെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും രംഗത്തെത്തി. അന്വേഷണ കമ്മീഷനെ കേന്ദ്ര സർക്കാർ എന്തിനാണ് ഭയക്കുന്നതെന്നും ഗവർണറെ വെച്ച് നരേന്ദ്രമോദി സർക്കാർ ചൂതാട്ടം നടത്തുകയാണെന്നും കെജ്രിവാൾ ആരോപിച്ചു. ജെയ്റ്റ്ലിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച പാർട്ടി MP കീർത്തി ആസാദിനെ സസ്പെൻഡ് ചെയ്തതിൽ അദ്വാനി വിഭാഗം അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. കീർത്തി ആസാദിനെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ BJPയിൽ പൊട്ടിത്തെറിക്ക് വഴിവെച്ചതിന് പിന്നാലെയാണ് അന്വേഷണ കമ്മീഷനെതിരെ കേന്ദ്ര സർക്കാർ നിയമിച്ച ഗവർണർ തന്നെ രംഗത്തെത്തിയത്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. വാർത്തകളിലേക്ക്. തൃശൂർ പറപ്പൂക്കരയിൽ 2 പേരെ അടിച്ചുകൊന്നു. മൊരിയാട് സ്വദേശി വിശ്വജിത്താണ് കൊല്ലപ്പെട്ടവരിൽ ഒരാൾ. രണ്ടാമത്തെയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഗുണ്ടാക്രമണമാണെന്നാണ് പോലീസ് നൽകുന്ന സൂചനകൾ. വിശദാംശങ്ങളുമായി ദിൽജിത്ത് ചേരുന്നു. ദിൽജിത്ത്, എപ്പോഴാണ് സംഭവം ഉണ്ടായത്? അക്രമത്തിന് കാരണം എന്താണെന്നത് വ്യക്തമാണോ? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് വൈകിട്ടോടുകൂടിയാണ് തൃശൂർ പറപ്പൂക്കരയിൽ 2 പേരെ തലക്കടിയേറ്റ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ഇവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. എന്നാൽ ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത് തന്നെ ഇവരുടെയും മരണം സംഭവിക്കുകയായിരുന്നു. തൃശൂർ മുരിയാട് സ്വദേശി വിശ്വജിത്ത് ആണ് മരിച്ച മറ്റൊരാളെ ഇപ്പോഴാണ് തിരിച്ചറിയാനായത്. തൃശൂർ വടകര സ്വദേശി മെൽവിനാണ് മരിച്ച മറ്റൊരാൾ.
ഇരുവരുടെയും തലയിൽ മാരകമായ ആയുധം കൊണ്ടുള്ള അടിയേറ്റാണ് മരണം സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി കണ്ടെത്താൻ സാധിച്ചത്. ഏതായാലും ഇപ്പോൾ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് മരിച്ച വിശ്വജിത്തിന്റെ മൃതദേഹം ഉള്ളത്. സമീപത്തുള്ള മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലാണ് മെൽവിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ഇപ്പോൾ സംഭവം നടന്ന പുതുക്കാട് പോലീസ് അന്വേഷണത്തിനായി വിവരശേഖരത്തിനും ഈ ബന്ധുക്കളുടെ മറ്റും വിവരമറിയിച്ചും ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആക്രമണത്തിന് കാരണമായ സംഭവത്തെക്കുറിച്ച് ഇപ്പോഴും സ്ഥിരീകരണം നടത്താനായിട്ടില്ല. ഗുണ്ട ആക്രമണം എന്നാണ് ആദ്യഘട്ടത്തിൽ പറയുന്നത്. ദിൽജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. എംപിമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിനെതിരെ 5 സംസ്ഥാനങ്ങൾ രംഗത്ത്. പഞ്ചാബ്, തമിഴ്നാട്, ഒഡീഷ, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളാണ് ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തെ എതിർത്തത്. വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പിന് മുൻപ് UDF മുഖം മിനുക്കേണ്ട ആവശ്യമില്ലെന്ന് കെ മുരളീധരൻ. UDFനെ ആര് നയിക്കണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും മുരളീധരൻ പ്രതികരിച്ചു. UDFന് ഇപ്പോഴുള്ള നല്ല മുഖം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടായ നേതൃത്വമാണ് കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നത്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയും KPC പ്രസിഡൻ്റായിരുന്ന രമേശ് ചെന്നിത്തലയാണ് കഴിഞ്ഞ അസംബ്ലി വരെ നയിച്ചത്. പിന്നീട് പാർലമെൻറ്റ് വന്നപ്പോഴും ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നപ്പോഴും ഈ രണ്ടുപേർക്കും പുറമെ പുതിയ KPC പ്രസിഡൻ്റായിട്ട് വന്ന ശ്രീ VM സുധീരനും ഉണ്ടായിരുന്നു. ഈ 3 പേരുടെ നേതൃത്വം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുക. തെരഞ്ഞെടുപ്പിന് ശേഷം എന്ത് വേണമെന്നുള്ളത് തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ്. Wish you a Merry Christmas. തിരുപ്പിറവിയുടെ ഓർമ്മയിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. ക്രിസ്തുമസിനോടനുബന്ധിച്ച് കേരളത്തിലെ പള്ളികളിലും പാതിരാ കുർബാനയും പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നു. 100 കണക്കിന് വിശ്വാസികളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. വത്തിക്കാനിൽ നടന്ന തിരുപ്പിറവി ആഘോഷങ്ങളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികനായി. നക്ഷത്രങ്ങളും പുൽക്കൂടുകളുമൊക്കെയാണ് നാടും നഗരവും ക്രിസ്തുമസിനെ വരവേറ്റത്. CPIM സംഘടനാ പ്ലീനത്തിന് മുന്നോടിയായുള്ള കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ യോഗങ്ങൾ നാളെ കൊൽക്കത്തയിൽ ചേരും. പ്ലീനത്തിൽ അവതരിപ്പിക്കേണ്ട റിപ്പോർട്ടിന് കേന്ദ്ര കമ്മിറ്റി അന്തിമ അംഗീകാരം നൽകും. ഞായറാഴ്ച രാവിലെ 10 ലക്ഷത്തോളം പേർ അണിനിരക്കുന്ന റാലിയോട് കൂടിയാണ് പ്ലീനത്തിന് തുടക്കമാവുക. മണ്ഡലപൂജയോടനുബന്ധിച്ചുള്ള തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിക്കാൻ ശബരിമല ഒരുങ്ങി. നാളെയാണ് തങ്കയങ്കി സന്നിധാനത്തെത്തിക്കുക. ഘോഷയാത്രയോടനുബന്ധിച്ച് നാളെ പമ്പ മുതൽ സന്നിധാനം വരെ തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. മണ്ഡലപൂജയ്ക്ക് ശബരീഷിന് ചാർത്താനുള്ള തങ്കയങ്കിയുമായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട ഘോഷയാത്ര നാളെ ശബരിമലയിലെത്തും. വിവിധയിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മുന്നേറുന്ന തങ്കയങ്കി ഘോഷയാത്ര നാളെ ഉച്ചയോടെയാണ് പമ്പയിലെത്തുക. വൈകിട്ട് ശരംകുത്തിയിലെത്തുമ്പോൾ തങ്കയങ്കിയെ ആചാരപൂർവ്വം സ്വീകരിച്ച് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ സന്നിധാനത്തേക്ക് കൊണ്ടുപോകും. തുടർന്ന് 6:30 തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. ഞായറാഴ്ചയാണ് മണ്ഡലപൂജ. തങ്കയങ്കി ഘോഷയാത്രയോടനുബന്ധിച്ച് നാളെ പമ്പ മുതൽ സന്നിധാനം വരെ തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് ADGP K പത്മകുമാർ പറഞ്ഞു. ഉച്ചയ്ക്ക് 12:30 ശേഷം പമ്പയിൽ നിന്ന് അയ്യപ്പന്മാരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നല്ല. കാരണം ഈ തങ്കയങ്കിയുടെ കൂടെ ഒരു ട്രെയിലായിട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ്. തങ്കയങ്കി മരക്കൂട്ടത്തെത്തിയതിനു ശേഷം മാത്രമേ പമ്പയിൽ നിന്ന് അയ്യപ്പന്മാരെ കടത്തിവിടുള്ളൂ. അതുപോലെ തങ്കയങ്കി 18-ാം പടി കയറി സോപാനത്തെത്തിയതിനു ശേഷം മാത്രമേ മരക്കൂട്ടത്തിൽ നിന്ന് അയ്യപ്പന്മാരെ ഇങ്ങോട്ട് വിടുകയുള്ളൂ. മണ്ഡലപൂജയടുത്തതോടെ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സന്നിധാനത്ത് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതായും അദ്ദേഹം അറിയിച്ചു. പുറമെ ദ്രുതകർമ്മസേനയും ദുരന്ത നിവാരണ സേനയും ഇന്ത്യൻ റിസർവ് ബറ്റാലിയനും ശബരിമലയിൽ സുരക്ഷാ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.